നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ എന്തിനാ പിന്നെ കല്യാണം കഴിച്ചത്? ജീവിതകാലം മുഴുവൻ ഒറ്റത്തടിയായി ജീവിച്ച പോരായിരുന്നോ? അതായിരുന്നു നല്ലത്. നിനക്ക് ഈ മുൻകോപം വന്നത് എവിടെ നിന്നാണെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോ നിന്റെ അമ്മയുടെ പെർഫോമൻസ് കണ്ടപ്പോ നിനക്ക് ദേഷ്യം കിട്ടിയത് എവിടെ നിന്നാണെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ പാറു, ഞാൻ വിചാരിച്ച ഇവിടെ ഒന്നും ആശ്വസിപ്പിക്കാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. നമോ ഭാഗം. ചന്ദ്രി, ഈശ്വരമംഗലത്ത് വെച്ച് നിന്റെ സംസാരം ഇച്ചിരി കൂടിപ്പോയി. നീ ഇങ്ങനെയൊന്നും മുമ്പ് സംസാരിച്ച് കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ കുട്ടി ഈ ജന്മം മുഴുവൻ ആ കുടുംബത്തിൽ ജീവിക്കേണ്ടവളാ. അത് മനസ്സിലാക്കി നീ തന്മയത്വത്തോടുകൂടി സംസാരിക്കണമായിരുന്നു. നിധി എന്നും ആ കുടുംബത്തിൽ തന്നെ താമസിക്കാൻ വേണ്ടിയാ ഞാൻ വസുന്ധരയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇതുകൊള്ളാം. അവിടെ ചെന്ന് അവരോട് വഴക്കിട്ട് അവരുടെ തലയെ കയറിയത് നീ. എന്നിട്ട് നമ്മുടെ പെണ്ണ് അവിടെ ജീവിക്കാൻ വേണ്ടിയാ അങ്ങനെ സംസാരിച്ചെന്ന് പറയുന്നതില് എന്താ അർത്ഥം? അമ്മായി ചോദിച്ചത് ന്യായമല്ലേ? അതിന് അമ്മയ്ക്ക് എന്ത് വിശദീകരണം പറയാനുള്ളത്? അമ്മയുടെ പ്രതികരണം ബാധിക്കുന്നത് ചേച്ചിയുടെ നിലനിൽപ്പിന് തന്നെയല്ലേ? അല്ല, വസുന്ധര നമ്മളെ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോ നിധിയുടെ മുഖം മാറുന്നതും ദേഷ്യം വരുന്നതും ഞാൻ കണ്ടതാ. ഞാൻ ആ സമയത്ത് മിണ്ടാതിരുന്ന നിധി ഇടപെടുമായിരുന്നു. അവൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ അത് വസുന്ധരയുമായുള്ള വലിയ വഴക്കിൽ കലാശിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ആ വീട്ടിൽ നിന്ന് നിധി ഇറങ്ങേണ്ടി വരുമായിരുന്നു. അതൊഴിവാക്കാൻ വേറെ വഴിയൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ തന്നെ മോശക്കാരിയാവാന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇത്രയും കാലം വിചാരിച്ചത് ചേച്ചി അവിടെ സന്തോഷമായി കഴിയായിരുന്നെന്നാ. പക്ഷേ ഇപ്പൊ മനസ്സിലായി. സ്വർണ്ണക്കൂട്ടിലടച്ച തത്തയുടെ അവസ്ഥയാ ചേച്ചിക്ക്. ഓ, അതിനിപ്പോ എന്താ? കൂടി സ്വർണം തന്നെയല്ലേ? അതുകൊണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. നീ നിർബന്ധിച്ചിട്ടാണ് അവരെ വിരുന്നിന് ക്ഷണിക്കാൻ പോയത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ കുടുംബത്തിന്റെയും നിധിയുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മളെ ക്ഷണിക്കാത്തത് അവരൊരു കുറവായി കാണിക്കണ്ടെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ഏട്ടത്തി ഏട്ടനും എല്ലാം ചെയ്തത് നിധിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആദ്യം തന്നെ അതിനെ എതിർത്തതാ. എനിക്കെന്തോ അതിലൊരു പന്തികേട് തോന്നിയിരുന്നു. ഗൗതവും നിധിയും ഇവിടെ വന്ന് ക്ഷണിച്ചിട്ടും ചന്ദ്രിക പോയില്ലല്ലോ. അതുകൊണ്ടാ വസുന്ധരയ്ക്ക് ഇത്രയും ദേഷ്യം വന്നത്. ആദ്യം അമ്മ ചേച്ചിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചതാ. അത് കഴിഞ്ഞെന്താ മനസ്സ് മാറിയത്? ദൈവമേ, അന്ന് വസുന്ധര വിരട്ടിയ കാര്യം ഇവള് വിളിച്ചു പറയൂ. നിഖില് ചോദിച്ച സംശയം എനിക്കുമുണ്ട്. നിന്നെ ആരെങ്കിലും അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നോ? കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി മൂടി വെക്കേണ്ടി വരും ഏട്ടാ. ഓ, അപ്പോ നിന്റെ ആ തീരുമാനത്തിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. പറയ് ചന്ദ്രി, എന്നോട് പറയാത്ത എന്ത് കാര്യം നിന്റെ മനസ്സിലുള്ളത്? അതോ അതിന് പിന്നിൽ നിന്റെ എന്തെങ്കിലും പങ്കുണ്ടോ? വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. മനസ്സമാജ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഏട്ടത്തെ സംശയിക്കണ്ട. നിധിയുടെ കൂടെ പോകുന്നില്ലെന്ന് എന്റെ തീരുമാനത്തിന് പിന്നിൽ ഏട്ടത്തിക്ക് ഒരു പങ്കുമില്ല. പിന്നെ ആർക്കാ പങ്കുള്ളത്? ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. മകളെ വിവാഹം കഴിച്ച് വീട്ടിൽ പോയി അപമാനിക്കപ്പെട്ട്
തിരിച്ചു വന്നവരാ നമ്മള്. ഇന്ന് മറ്റൊന്നും താങ്ങാൻ എനിക്ക് വയ്യ. നീ കരയേണ്ട ചന്ദ്രി. നിധിക്ക് ഒരു കുഴപ്പം വരില്ല. അവളുടെ ബലത്തിന് പാർവതി അവിടെ ഉണ്ടല്ലോ. വസുന്ധരയുടെ ഒരടവും പാർവതിയുടെ അടുത്ത് നടക്കില്ല. പിന്നെ ആ വീട്ടിലെ ആണുങ്ങള് പോലും വസുന്ധര മേഡത്തിന് മുന്നിൽ പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ച് നിൽക്കും. അപ്പോഴാ ഒരു പാർവതി. ഹലോ, വീട്ടിലെത്തിയോ? എപ്പോഴേ എത്തി? വസുന്ധരാന്റി നിങ്ങളോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. അതിന്റെ പേരില് നിഖിലേട്ടൻ എന്നോട് പിണങ്ങുമെന്നും ഫോൺ എടുക്കില്ലെന്നും ഞാൻ പേടിച്ചു. ഏയ്, തന്നോട് എനിക്കെന്തിനാ നീരസം? ആന്റിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല യാമിനി. ഇതൊക്കെ ഞങ്ങളുടെ വിധിയാ, അനുഭവിച്ച് തീർത്തേ പറ്റൂ. നിഖിലേട്ടൻ ഹോസ്റ്റലിലേക്ക് മാറുന്നത് നല്ലത്. ആ വീട്ടിൽ ഒരു സ്വസ്ഥതയോ സമാധാനമോ ഒന്നും കിട്ടില്ല. ഹോസ്റ്റലിലാകുമ്പോ നന്നായി പഠിക്കാം. ജീവിതത്തിൽ ഉയർച്ച നേടാൻ അതാ നല്ലത്. അതൊക്കെ എനിക്കും അറിയാം. പഠിച്ചു വലിയ ജോലി നേടി എല്ലാവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഹോസ്റ്റൽ ഫീസ് കുടിശ്ശികയാ. അത് കൊടുക്കാതെ അങ്ങോട്ട് കയറാനും പറ്റില്ല. പിന്നെ കോളേജിലും ഫീസ് കൊടുക്കാറായി. എല്ലാത്തിനും അമ്മാവൻ തന്നെ ഓടണ്ടേ? ഞാനൊക്കെ ഒരുപാട് കാശ് ദൂർത്തടിച്ച് കളയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ പോക്കറ്റ് മണി തരാറുണ്ട്. അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ നിഖിലേട്ടന് തരട്ടെ? ഏയ്, അതൊന്നും വേണ്ട. കുഴപ്പമില്ല നിഖിലേട്ടാ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സത്യത്തിൽ എന്റെ കയ്യിൽ ക്യാഷ് എക്സസാ. ശരിയാവില്ല യാമിനി. എനിക്ക് കടമായിട്ട് കരുതിയാ മതി. കിട്ടുമ്പോ നിഖിലേട്ടൻ തിരിച്ചു തന്നോ? വേണ്ട, ഇങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ പോക്കറ്റ് മണി ദൂരത്തടിച്ച് കളയണ്ട. താൻ പഠിക്കുന്ന സ്കൂളിലും ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത കുട്ടികളുണ്ടാവും. ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ അത്തരക്കാരെ കൂടി പരിഗണിക്കണം. കാശുള്ള ഫ്രണ്ട്സിന് എന്ത് വാങ്ങിക്കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷേ ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് ചായ വാങ്ങിക്കൊടുക്കുന്നത് പോലും പുണ്യമാണ്. ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇനി ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാം. നിഖിലേട്ടന്റെ സംസാരം കേട്ടിട്ട് എന്റെ കണ്ണു നിറയാ. ഞാൻ പിന്നെ വിളിക്കാം. ശരി. നിഖിലേട്ടൻ എന്റെ സഹായം സ്വീകരിക്കില്ല. ഇനി എന്ത് ചെയ്യും? ഏട്ടന്റെ പഠിപ്പ് മുടങ്ങുമോ? മോളെ, ഉച്ച മുതല് നീ ആഹാരം ഒന്നും കഴിച്ചില്ലല്ലോ. വന്ന് വല്ലത് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. എനിക്കൊന്നും ഇറങ്ങില്ല ആന്റി. എന്റെ വീട്ടുകാർക്ക് നേരിട്ട കടുത്ത അപമാനത്തെക്കുറിച്ച് ഓർക്കുമ്പോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ തോന്നുന്നത്. അയ്യോ മോളെ, അരുതാത്തതൊന്നും ചിന്തിക്കല്ലേ. ആന്റി പേടിക്കണ്ട. ആന്റിക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. എന്റെ കഴുത്തിലെ ഈ താലി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ജീവൻ പോയാലും ഞാനത് സംരക്ഷിക്കും. ഇതൊക്കെ ഈ കുടുംബത്തിലെ മരുമക്കൾക്ക് വിധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളാ മോളെ.